ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പം ഇന്ന് നമ്മൾ ഒരു വെജിറ്റേറിയൻ ലഞ്ച് കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നവരാത്രിയൊക്കെ ആയിട്ട് എല്ലാവരും വ്രതത്തിലും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് വെജിറ്റേറിയൻ ആക്കാമെന്ന് കരുതി. എന്നാൽ നമുക്ക് മീനും ഒക്കെ കഴിക്കുമ്പോൾ ആ എരിവും പുളിയും എല്ലാം കൂടെ കിട്ടുന്ന രീതിയിലുള്ള കറികളാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ വറുത്തരച്ച തീയലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. മീൻ പൊരിച്ചതുപോലെ ഇരിക്കും. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും ഒരു നുള്ളു വെളിച്ചെണ്ണയും ചേർത്ത് അത് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരൻ വെക്കാനായിട്ട്. പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ തീയലിന് വേണ്ടിയിട്ട്. പിന്നെ തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും വറുത്തരച്ച തീയലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം തേങ്ങ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് 2-3 പ്രാവശ്യം പൾസ് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങയുടെ പീര എല്ലാം ഒരേ അളവിലാവും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരുപോലെ തന്നെ തേങ്ങ മൂപ്പിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഒരേ സമയത്ത് തന്നെ 2 ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ തേങ്ങ വറുക്കാനും ഒന്ന് നമ്മുടെ തോരന് വേവിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ നേരത്തെ തന്നെ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ദേ തിളച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചട്ടി ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വറുത്തരച്ച തീയലിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് അല്ലി വെളുത്തുള്ളി, 2-3 അല്ലി ചെറിയ ഉള്ളി, അതുപോലെ ഒരു തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം, അതായത് ഞാൻ ഒരു ടീസ്പൂണോളം മുഴുവൻ കുരുമുളകാണ് ചേർത്തത്. നിങ്ങൾ മുഴുവനായിട്ടാണ് മല്ലിയും മുളകും ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കൂടെ ചേർത്ത് കൊടുക്കണേ. ഇപ്പം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുക്കാത്തത്. അപ്പം ഇനി നമുക്ക് ഈ തേങ്ങ തീ കുറച്ച് വെച്ച് സിമ്മിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് അപ്പുറത്തെ ചീനച്ചട്ടിയും ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ സ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ അതവിടെ ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ കൈ എടുക്കാതെ ഇളക്കി കൊടുത്താലേ ഒരുപോലെ നമുക്ക് എല്ലാ ഭാഗവും കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ഒരല്പ സമയം കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ തോരന് വേണ്ട അരപ്പ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ തേങ്ങ, വെളുത്തുള്ളി, നല്ല ജീരകം, മുളക് പൊടി, മഞ്ഞപ്പൊടി, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ നമ്മളെ ജോലിയൊക്കെ എളുപ്പമാവും. അപ്പൊ ദേ നമ്മുടെ തേങ്ങയൊക്കെ ദേ കണ്ടോ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റി നമ്മുടെ ആ പച്ചമണം, അതായത് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിൽ നമ്മുടെ തീയലിൽ ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കിയാലും നല്ല സ്വാദാണ് കേട്ടോ. അപ്പൊ ഇടയ്ക്ക് നമ്മുടെ തോരൻ്റെത് ഒന്ന് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകണ്ട. അപ്പൊ ദേ നമ്മുടെ തേങ്ങ അരപ്പെല്ലാം ഞാൻ മൂത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഒരല്പം വെള്ളം ചേർത്ത് കുറച്ച് വീതം വെള്ളം ചേർത്ത് നമുക്ക് നല്ലതായിട്ട് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പാത്രം ചൂടായപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 15ഓളം വരുന്ന ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 തൊണ്ടൻ മുളക് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് അത് വീഡിയോ റെക്കോർഡ് ആയില്ല. നമ്മുടെ ചെറിയ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ അരപ്പെല്ലാം നല്ല മഷി പോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതോടുകൂടി നമ്മുടെ തോരൻ റെഡിയാവും. അപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്തെ ഗ്യാസിൽ നമ്മുടെ വാഴയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ നമ്മുടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഉള്ളിയുടെ കാര്യവും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇരുമ്പ് ചട്ടിയിലായതുകൊണ്ട് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെയും മൺപാത്രങ്ങളുടെയും പ്രത്യേകത അതിൽ ചൂട് തങ്ങി നിൽക്കും കേട്ടോ. അതുകൊണ്ട് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകണ്ട. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു തക്കാളി നീളത്തിന് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി വന്ന് അതിന്റെ തൊലി ഒന്ന് ഇളവുന്ന പരുവമായപ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ നേരത്തെ ഉള്ളിക്ക് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുത്തുള്ളൂ. അപ്പം നമ്മുടെ തീയലിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ കുതിരാൻ വെച്ചിരുന്ന നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉപ്പും പുളിയും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കാം.
അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വാഴയ്ക്ക ഇട്ടതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് കോരി മാറ്റി അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയലിന് കടുക് താളിച്ചൊഴിക്കണം. അപ്പൊ അതിനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തു. അത് എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 5 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ തിള പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ദേ നമ്മുടെ തീയലും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കുത്തരിച്ചോറ്, വറുത്തരച്ച തീയല്, ചേനത്തോരൻ, അതുപോലെ തന്നെ ഏത്തയ്ക്ക ഫ്രൈ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പൊ ഇന്നത്തെ ഈ സിമ്പിൾ വെജിറ്റേറിയൻ ലഞ്ച് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.